നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. അങ്ങനെ ഇന്ദ്രപ്രസ്ഥം നമ്മൾ പിടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. കാരണം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ഡൽഹി എന്ന് പറയുന്ന ഭാരതത്തിന്റെ തലസ്ഥാനം അത് ആര് പിടിച്ചടക്കും, അതല്ലെങ്കിൽ ആര് ഭരിക്കും എന്നുള്ളത്. എന്തായാലും നീണ്ട 23 വർഷത്തെ 23 ഷാജിജി 27 വർഷത്തെ ആ ഒരു 27 കാത്തിരിപ്പിന് ഫലമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ BJP ഒറ്റയ്ക്ക് തന്നെ ഡൽഹി ഇന്ദ്രപ്രസ്ഥം ഭരിക്കുമെന്നുള്ള അവസ്ഥയിൽ ഇന്ന് റിസൾട്ട് കണ്ട എല്ലാ ആഹ്ലാദത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന മാന്യ പ്രേക്ഷകർക്ക് മുൻപിൽ എന്താണ് ഇന്ന് ഡൽഹിയിൽ ഈ വിജയത്തിലേക്ക് എത്തിച്ച ഘടകങ്ങൾ എന്നുള്ളതും എന്തൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന നാളുകൾ എന്നെല്ലാം കൂടി തന്നെ ഉള്ള ഒരു വിഷയമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നു. ഷാജിമോൻജി നമസ്കാരം. എങ്ങനെയാണ് കാണുന്നത് നമ്മൾ മുൻപേ പ്രതീക്ഷിച്ചതാണ്, എന്നിരുന്നാലും എങ്ങനെയാണ് ഇതിന്റെ ആ ഒരു കാഴ്ചപ്പാട്? വളരെ സന്തോഷം. 27 വർഷത്തെ കാത്തിരിപ്പിനാണ് വിരാമമായിരിക്കുന്നത്. ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന് അറുതി വന്നിരിക്കുകയാണ്. സൗജന്യങ്ങൾ നൽകുക, രാജ്യത്തിന്റെ ധനസ്ഥിതിയെ നോക്കാതെ സൗജന്യങ്ങൾ നൽകുക, എല്ലാത്തരം രാജ്യവിരുദ്ധ ശക്തികളെയും പ്രോത്സാഹിപ്പിക്കുക, അത്തരം ഒരു നീക്കത്തിലൂടെ രാഷ്ട്രീയ അധികാരം നേടുന്നതിന് തിരിച്ചടി നൽകിയിരിക്കുകയാണ് രാജ്യത്തിലെ പ്രബുദ്ധരായ, പ്രത്യേകിച്ച് ഡൽഹിയിലെ വോട്ടർമാരെ. കെജ്രിവാളിന്റെ രാഷ്ട്രീയ കാപട്യത്തിന് അന്തിമമായിരിക്കുന്നു. ആ പാർട്ടിയുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ സന്തോഷം അക്കാര്യത്തിൽ. നമ്മൾ ഈ ഫലം പരിശോധിക്കുമ്പോൾ ഇത് വിയർത്ത് നേടിയ വിജയം തന്നെയാണ്. കാരണം നല്ല ഈ സ്വാഭാവികമായിട്ട് എപ്പോഴും ഇലക്ഷൻ മാന്യമായിട്ട് കണ്ടസ്റ്റ് ചെയ്യാതെ കൃത്യമായിട്ടുള്ള BJP ഈ ഒരു തിരഞ്ഞെടുപ്പിൽ അനുവർത്തിക്കുന്ന നയങ്ങളുണ്ട്, ആ പ്രവർത്തന ശൈലിയുണ്ട്. അതിനോടൊന്നും കിടപിടിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ന് ഭാരതത്തിൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഈ കഴിവുകേടിനെ മറ്റ് ആരോപണങ്ങളിലൂടെ മറികടക്കാനാണ് അവർ ശ്രമിക്കാറ്. സാധാരണ വോട്ടിംഗ് മെഷീൻ ടാമ്പർ ചെയ്തു, അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീൻ മാറ്റണം, അതിലെ കൃത്രിമം കാണിച്ചു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അത്തരം ഒരു വാദത്തിനും ഇട നൽകാത്ത വിധം ഉള്ള ഒരു തിരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടായിരിക്കുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ ഭാവിക്ക് മുന്നോട്ട് പോക്കിന് ഏറെ സഹായകരമാകും ഈ വിജയം. വിശകലനം ചെയ്യുക, ഇത് നോക്കുകയാണെങ്കിൽ ആദ്യം മുതൽ നമുക്കൊക്കെ അറിയായിരുന്നത് ഈ തുടർച്ചയായിട്ടുള്ള 10 വർഷം ഇവർ ഭരിച്ചു. 2013 കുറഞ്ഞ, അതായത് AAP കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി ഭരിച്ചു കുറച്ചു കാലം. അതിനുശേഷം 27 സീറ്റോടുകൂടി 30 സീറ്റ് നേടിയ 2013 മുതലാണ് ഈ ആം ആദ്മി പാർട്ടി ചിത്രത്തിലേക്ക് വരുന്നത്. കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തന്നെ അവർ ഒരു അത്ഭുതം ഡൽഹിയിൽ കാണിച്ചു. അന്ന് സാഹിബ് സിംഗ് വർമ്മയാണെന്ന് തോന്നുന്നു അവിടെ നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉണ്ടായിരുന്നത്. 2011 AAP 29% വോട്ട് നേടി. INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 24.5% വോട്ട് നേടി. ആ സീറ്റുകൾ നേടിയത് ആം ആദ്മി പാർട്ടി 28 സീറ്റും BJP എന്ന് പറഞ്ഞാൽ 33.7% വോട്ട് നേടിയ BJP 31 വോട്ട് നേടി. ശിരോമണി അകാലിദൾ 1 സീറ്റ്, 1 സീറ്റ് സ്വതന്ത്രം, JDU 1 സ്വതന്ത്രം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 8 സീറ്റ്. ഈ BJPയെയാണ് ആദ്യം ഗവർണർ ക്ഷണിച്ചതെങ്കിലും രാഷ്ട്രീയത്തിലെ അസാമാന്യ മര്യാദ, അതായത് മറ്റുള്ളവർ പ്രകടിപ്പിക്കാത്ത ഒരു തരം മര്യാദ BJP കാണിച്ചു. ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് BJP മാറി നിന്നു. പകരം കോൺഗ്രസും മറ്റുള്ളവരും പിന്തുണച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി അധികാരത്തിലേക്ക് എത്തി. അങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പ് ചിത്രത്തില്, ഇല്ലെങ്കിൽ ഭരണത്തിലേക്ക്, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തിലേക്ക് പുതുതായി രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടിയായ ആം ആദ്മി പാർട്ടി കടന്നു വരുന്നത്. അതിനുശേഷം നമുക്ക് തെറ്റില്ലാതെ പറയാം, അവരുടെ അശ്വമേധമായിരുന്നു. പല ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനുകളിൽ 2020 2015 13 ശേഷം 15 നടന്നു. അധികകാലം മുന്നോട്ട് പോയില്ല അവരുടെ കൂട്ടുകെട്ട്. 2015 ഇലക്ഷൻ നടന്നു. ആം ആദ്മി പാർട്ടി അത്ഭുതകരമായിട്ടുള്ള ഒരു വിജയം നേടി. കാരണം പുതുമയായിരുന്നു, ആളുകളെന്നും പുതുമയെ സ്വീകരിക്കുന്നവരാണ് ഭാരതീയര്. ഇനി ആം ആദ്മി പാർട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവരുടെ സാധാരണ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വാഗ്ദാനങ്ങളും ജനങ്ങളുടെ സാധാരണക്കാരന്റെ പാർട്ടി എന്നുള്ള നിലയിൽ ഒരു പ്രതിച്ഛായ സൃഷ്ടിച്ചുകൊണ്ട് ചേരി നിവാസികള്, ഓട്ടോറിക്ഷ ഡ്രൈവർമാര്, അങ്ങനെയുള്ള സാധാരണ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അവർ വന്നത്. അതുകൊണ്ട് തന്നെ 54.3% വോട്ട് അവര് ആ ഇലക്ഷനിൽ നേടി. BJP
അതേപോലെ തന്നെ BJP-യും വലിയ വ്യത്യാസമില്ല. 33.7%, 0.7% വോട്ടുണ്ടായിരുന്ന 2013 ഉണ്ടായിരുന്ന BJP വലിയ നഷ്ടങ്ങളില്ലാതെ 32.2% അവരുടെ വോട്ട് നിലനിർത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 24.5%, 2013 24.5% ഉണ്ടായിരുന്ന കോൺഗ്രസ് കേവലം 9.7%, 2 വർഷം കൊണ്ട് മറിഞ്ഞു. കോൺഗ്രസിന്റെ വോട്ട് കൃത്യമായിട്ട് ആം ആദ്മി പാർട്ടി കൈവശപ്പെടുത്തി. അതിനുശേഷം ആം ആദ്മി പാർട്ടിയുടെ തേരോട്ടമാണ് അവിടെ കണ്ടിരുന്നത്. 2020 ഇലക്ഷനിൽ, അതുപോലെ തന്നെ 2020 ഇലക്ഷനിൽ 53.8% വോട്ട് നേടി ആം ആദ്മി പാർട്ടി. BJP ആവട്ടെ 38.7%. BJP മുന്നോട്ട് വരികയാണ് ചെയ്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 4.3%, കഴിഞ്ഞ ഇലക്ഷനിലെ 9.7 നിന്ന് 4.3%. ഈ ഇലക്ഷനിലെ വോട്ട് നമ്മൾ പരിശോധിക്കണം. BJP ഈ ഇലക്ഷനിൽ 2025 ഇലക്ഷനിൽ 42.93% വോട്ട്, ആം ആദ്മി പാർട്ടി 49.93% വോട്ട്, BJP 47.23% വോട്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 6.59%. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുറച്ച് മുന്നോട്ട് പോയി. ഇതിനിടയിൽ വരുന്ന ഒരു വാദം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ രണ്ടുപേരും ആം ആദ്മി പാർട്ടിയെ കോൺഗ്രസ് ചതിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ കോൺഗ്രസിന്റെ വോട്ടുകളിലേക്കുള്ള കടന്നുകയറ്റമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിരുന്നത്. ഈ കോൺഗ്രസിന് ഇപ്രാവശ്യം ലഭിച്ച അധിക വോട്ടുകൾ കോൺഗ്രസ് സാധാരണ 4.5%, 3% വോട്ട് കിട്ടിയിരുന്ന കഴിഞ്ഞ ഇലക്ഷനിൽ കിട്ടിയിരുന്ന കോൺഗ്രസ് പിന്നെയും പുറകിലേക്ക് പോകേണ്ടതായിരുന്നു. കോൺഗ്രസിന് അധികമായി കിട്ടിയ വോട്ടുകൾ അത് ആം ആദ്മി പാർട്ടി വിരുദ്ധ വോട്ടുകൾ, കെജ്രിവാൾ വിരുദ്ധ വോട്ടുകളാണ്. ഈ കെജ്രിവാൾ വിരുദ്ധ വോട്ടുകൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് മത്സരിച്ചിരുന്നെങ്കിൽ ആ വോട്ടുകൾ ആന്റി കെജ്രിവാൾ വിരുദ്ധ വോട്ടുകൾ BJP-യിലേക്ക് വരികയും BJP കുറച്ചുകൂടി തിളക്കമാർന്ന വിജയം നേടുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇവിടെ പറയുന്നത് കോൺഗ്രസും ഇവരും ഒരുമിച്ച് മത്സരിക്കാനായിരുന്നു. ഇതിന് ഇടയിൽ രസകരമായിട്ടുള്ള മറ്റൊരു സംഭവം, നമ്മൾ അത് പറയാതെ വയ്യ. കാരണം ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇടതിന് കിട്ടിയ വോട്ട് നോട്ടയെക്കാളും എത്രയോ പുറകിലാണ്. ഒരു സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് CPIM-ന് കിട്ടിയ വോട്ട് 396 വോട്ടാണ്. കേരളത്തിലെ BJP-ക്കാരെ പരിഹസിക്കാറുണ്ട് എപ്പോഴും, നിങ്ങൾ വിജയത്തിലേക്ക് എത്തുന്നില്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞു പരിഹസിക്കുന്ന CPM BJP-ക്ക് കേവലം കേരളത്തിലെ ഒരു വാർഡിൽ കിട്ടുന്ന വോട്ടാണ് ഡൽഹി എന്ന് പറയുന്ന രാജ്യ തലസ്ഥാനത്ത് CPM-ന് കിട്ടിയത്. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല. 0.0% കീടാണു എന്ന് പറയുന്ന പോലെ ഇന്ത്യൻ ജനത CPM-നെ തൂത്ത് എറിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഇന്ത്യൻ ജനതയുടെ നിങ്ങൾ ജനാധിപത്യം എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള ഇന്ത്യൻ ജനതയ്ക്ക് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് അത് ഡൽഹി ഇലക്ഷൻ മാത്രം, ഡൽഹി എന്നുള്ളത് ആ ഡൽഹി നഗരം അല്ലെങ്കിൽ ഡൽഹി ആ സംസ്ഥാനം, ആ സംസ്ഥാനം എന്നുള്ളത് ഇന്ത്യൻ ജനതയുടെ ഒരു പരിച്ഛേദമാണ്. കൃത്യമായിട്ട് എല്ലാ പ്രദേശങ്ങളിലെ ജനങ്ങളും, എല്ലാത്തരം മലയാളികളടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ട്. ഇന്ത്യൻ ജനത എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോക്സഭാ ഇലക്ഷനിൽ ഒരു രീതിയിൽ ചിന്തിക്കുന്നു നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്ന ആളുകൾ, നിയമസഭാ ഇലക്ഷനിൽ കെജ്രിവാളിനൊപ്പം നിന്നിരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. കെജ്രിവാളിന് പിഴച്ചത് എവിടെയാണ്? കെജ്രിവാള് പതുക്കെ എന്താണോ കെജ്രിവാൾ പറഞ്ഞത് അതിന് നേരെ വിപരീതമായിട്ട് കെജ്രിവാൾ പ്രവർത്തിക്കാൻ തുടങ്ങി. വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ട് രീതിയിലായി. കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെ രൂപം കൊണ്ട ഒരു പാർട്ടി കോൺഗ്രസുമായിട്ട് സഖ്യത്തിൽ വന്നു. അതിനുശേഷം കോൺഗ്രസിന് അനുകൂലമായിട്ട് പല ക്യാമ്പയിനുകളും നടത്തി. അഴിമതിക്കെതിരെ നടന്ന പാർട്ടി നാണം കെട്ട അഴിമതികൾ നടത്തുകയും അതിന്റെ പാർട്ടി സ്ഥാപക നേതാവ്, മുഖ്യമന്ത്രി, പ്രധാന നേതാക്കളെല്ലാം തന്നെ ജയിലിലേക്ക് പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടായി. ഇന്ത്യൻ ജനത കൃത്യമായിട്ട് അതുവരെ 52% വോട്ട് BJP-ക്ക് നൽകി ഒരു വർഷത്തിനകം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആ വോട്ട് നേരെ തിരിച്ച് കെജ്രിവാളിന് കൊടുത്തിരുന്ന ഒരു പ്രബുദ്ധ ജനത, അങ്ങനെ തന്നെ ഡൽഹിയിലെ ആളുകളെ പറയണം, ആ പ്രബുദ്ധ ജനത അഴിമതിക്കാരനായി മാറിയപ്പോൾ, കെജ്രിവാൾ അഴിമതിക്കാരനായി മാറിയപ്പോൾ ആ ജനത കൃത്യമായിട്ട് അയാളെ പാഠം പഠിപ്പിച്ചു. ഇന്ത്യൻ ജനത പ്രബുദ്ധരാണ് എന്നുള്ളത്, പ്രബുദ്ധരല്ലാത്ത ഒരേ ഒരു ജനതയോ നമ്മൾക്ക് കാണാനുള്ളൂ. അത് ഈ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നുള്ള മുദ്രാവാക്യം വിശ്വസിച്ചുകൊണ്ട് കേരളത്തില് നിരന്തരമായി ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുന്ന കേരളത്തിലെ ആളുകളാണ്. മതവും ജാതിയും നോക്കി വോട്ട് ചെയ്യുന്നവരാണ് കേരളത്തിലെ ആളുകൾ.
അടിയന്തരാവസ്ഥ കാലത്ത് ബാക്കിയുള്ള രാജ്യത്തെ എല്ലാ പ്രദേശത്തുള്ള ആളുകളും അടിയന്തരാവസ്ഥ പ്രയോഗിച്ച ഈ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത ഏകാധിപതിക്കെതിരെ വോട്ട് ചെയ്തപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. ഡൽഹിയിലെ ജനങ്ങളോട് അവർക്ക് ദക്ഷിണ വെച്ച് മലയാളികൾ പഠിക്കണം എന്താണ് ജനാധിപത്യം എന്നത്.